എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു മാരീഡ് കപ്പിളാണ്, നിങ്ങൾ ഒരുമിച്ചുണ്ട് അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസിലാണ്. എന്ത് കേസ് സിനാറിയോയിലായാലും നിങ്ങൾക്ക് അടുത്ത 15 ദിവസം എങ്ങനെയാണ് ഉണ്ടാവുക, അതായത് ന്യൂ മൂണാണ്. അപ്പോൾ ന്യൂ മൂൺ മുതൽ അടുത്ത ഫുൾ മൂൺ വരെയുള്ള നിങ്ങളുടെ ഓവറോൾ ലൈഫ് എന്ത് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം ഇന്ന്. ഓക്കെ, തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലുള്ള ഇതിപ്പോൾ ലവേഴ്സ് ആയാലും മാരീഡ് പീപ്പിൾ ആയാലും ഒരു മൂന്നാമത്തെ വീഡിയോ ആയിട്ട് ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ന്യൂ മൂണിൻ്റെ ഇമ്പാക്റ്റ് ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ചെയ്യാം, സോ ദാറ്റ് ഒരുപാട് ലോങ് ഡ്യൂറേഷനിൽ നിങ്ങൾക്ക് ഇരുന്ന് കാണേണ്ടി വരാത്ത സ്ഥിതിക്ക്. കാരണം ചില റീഡിങ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുക തന്നെ വേണം. നമുക്ക് ഓവറോൾ ഫസ്റ്റ് സെറ്റ് ഓഫ് കാർഡ്സ് നോക്കി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വീണ്ടും ക്ലാരിഫൈ ചെയ്യുമ്പോൾ ആ കാർഡ്സിൻ്റെ അർത്ഥം തന്നെ മാറിപ്പോകുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് റീഡ് ചെയ്യുന്നത്. കാരണം ഓവറോൾ ഒരു ഫസ്റ്റ് സെറ്റ് കാർഡ്സ് മാത്രം പറഞ്ഞു പോയാൽ നമുക്ക് ഇൻ ഡെപ്തിൽ എന്താണെന്നുള്ളത് അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത്രയും ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്കറിയാലോ, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എല്ലാവർക്കും എല്ലാം റെസനേറ്റ് ആവില്ല. എത്രത്തോളം റെസനേറ്റ് ആവുന്നോ അത്രയും മാത്രം എടുക്കുക, ബാക്കി വിട്ട് കളയുക. ഈ പറയുന്നതെല്ലാം എല്ലാവർക്കും ഉള്ളതല്ല. ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുകയാണത്. ഓക്കെ, എല്ലാവരുടെയും ലൈഫിൽ തേർഡ് പാർട്ടി ഉണ്ടെന്നൊന്നും അർത്ഥമില്ല അല്ലേ. ചിലരെ നിങ്ങളുടെ ഹസ്ബൻഡും വൈഫും വളരെ സ്നേഹത്തിൽ തന്നെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ കൂടുതൽ എനർജീസ് ആരുടെയാണോ പിക്ക് ചെയ്യുന്നത് അത് പ്രകാരമായിരിക്കും റീഡിങ് വരുന്നത്. ഷഫ്ലിംഗ് ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫ്, നിങ്ങളുടെ സ്പൗസിനെ വളരെയധികം അവരെ പറ്റി ചിന്തിക്കുക. നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൂമെൻറ്റ്സ്, ഹാപ്പി മൂമെൻറ്റ്സ് ഒന്ന് ഓർത്തുകൊള്ളുക. ഓക്കെ, അവിടെ തേർഡ് പാർട്ടി ഫോർത്ത് പാർട്ടി ഇതിനെ പറ്റിയിട്ടൊന്നും ആലോചിക്കരുത്. നിങ്ങളുടെ പാർട്ട്ണറെ പറ്റി മാത്രം ആലോചിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. Divine, please guide. For my viewers who are a married couple, they are already married, how is the new moon's impact going to be in their love life, especially in their love life? Divine. എൻ്റെ മാരീഡ് ആയിട്ടുള്ള വ്യൂവേഴ്സിൻ്റെ ലൈഫിൽ അവർ കപ്പിളാണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അവരുടെ ലൈഫിൽ ഇനിയത്തെ 15 ദിവസം ന്യൂ മൂണിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും, അവരുടെ ലവ് ലൈഫിൽ എസ്പെഷ്യലി എങ്ങനെയായിരിക്കും എന്നൊന്ന് കാണിച്ചു തരിക. പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്. എടുക്കുകയാണേ. 8 of Cups, 2 of Swords, King of Swords. ഒന്നുകൂടെ ഒന്ന് ഷഫിൾ ചെയ്യട്ടെ. Eight of Wands, Six of Wands, Temperance, Six of Cups. ആക്ച്വലി എൻ്റെ കൈ തുറന്നപ്പോൾ ഈ കാർഡും കൂടെ വന്നായിരുന്നു, സ്ട്രെങ്ത്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് ഡെവിൾ കാർഡാണ്. എനിക്കത് കാണിക്കാൻ സാധിക്കില്ല. ഡെവിൾ കാണുന്നുണ്ടല്ലോ ബോട്ടം ഓഫ് ദി ഡെക്ക്. ചിലരെങ്കിലും അതിൻ്റെ കൂടെ തന്നെ 9 of Cupsഉം വന്നിട്ടുണ്ട് കേട്ടോ. ചിലർക്കെങ്കിലും ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ്, നിങ്ങൾ ചിരകാലമായി ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നടന്നു എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് എവിടെന്നെങ്കിലും വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ചിലപ്പോൾ ഫൈനാൻഷ്യൽ റിലേറ്റഡ് നിങ്ങൾ എന്തെങ്കിലും ഒരു മെസ്സേജ്, ഒരു സാലറി ഇൻക്രീസ് വന്നു എന്നോ അല്ലെങ്കിൽ ഒരു ബോണസ് വന്നു എന്നോ വരണമെന്നോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ വിചാരിച്ച് ഇരിക്കുന്ന മോണിറ്ററി റിലേറ്റഡ് ആയിരിക്കാനാണ്
സാധ്യത, പൈസ സംബന്ധമായ കാര്യം നിങ്ങൾ ആസ് എ കപ്പിൾ, ആസ് എ ഫാമിലി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഒരു വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ രീതിയിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളിൽ ചിലരുടെയെങ്കിലും പാർട്ട്ണർ എന്തെങ്കിലും രീതിയിലുള്ള ഒരു അഡിക്ഷനെ ബന്ധപ്പെട്ട് ഒരു നല്ല സിറ്റുവേഷനിലല്ല. ഓക്കെ, ചിലരെങ്കിലും കേട്ടോ. 8 ഓഫ് കപ്സ് വെച്ചിട്ട് എന്തോ ഒരു മൂവിങ് അവേ അല്ലെങ്കിൽ ഒരു യാത്ര ആയിരിക്കും. ഒരു സിറ്റുവേഷനിലാണ് അവരവിടെ നിന്ന് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അവരോ നിങ്ങളോ ആവാം കേട്ടോ. ഒന്നുകിൽ ഇവരുടെ ഈ അഡിക്ഷൻസൊക്കെ മൂലം മനം എടുത്തിട്ട് നിങ്ങൾ, അല്ലെങ്കിൽ ഏതോ ഒരു നിങ്ങളിൽ ഒരാളാണ് കേട്ടോ. നിങ്ങളിൽ ആണും പെണ്ണും ഉണ്ടെന്നറിയാമല്ലോ. ഇതിൽ നിങ്ങളിൽ ഒരാളുടെ അഡിക്ഷൻസ് മൂലം മറ്റേ പാർട്ട്ണർ, നിങ്ങളുടെ അതർ പാർട്ട്ണർ നിങ്ങളെ ഉപേക്ഷിച്ച് പോകുന്നതായിട്ട്, വാക്കിംഗ് അവേ, മനം മടുത്തിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ഇഷ്യൂസ് വന്നിട്ട് നിങ്ങൾ ആ സിറ്റുവേഷനിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ക്ലാരിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഫസ്റ്റ് സെറ്റ് കാർഡ്സ് കാണുന്നതിലാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. മറ്റു ചിലർ, ഇതെല്ലാം എല്ലാവർക്കും ഉള്ളതല്ല. നിങ്ങൾക്ക് ഏത് കാർഡാണോ റെസനേറ്റ് ആവുന്നത് അത് മാത്രം എടുക്കുക കേട്ടോ. 2 ഓഫ് സ്വാർട്സ് നിങ്ങൾക്കറിയാം, ഒരു ക്രോസ് റോഡ് സിറ്റുവേഷനിലാണ്. നിങ്ങൾക്ക് എന്തോ ഒരു ഡിസിഷൻ മേക്കിംഗ് ചെയ്യാനുണ്ട്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാനും സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങളോ നിങ്ങളുടെ പാർട്ട്ണർക്കോ മനസ്സിൽ മറ്റൊരാളുണ്ട്. അതിൻ്റെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. കിങ് ഓഫ് സ്വാർഡ്സ്, ചിലരെങ്കിലും നിങ്ങളുടെ പാർട്ട്ണറുടെ ഒരു ഈഗോ ഇഷ്യൂ മൂലം സഫർ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഹസ്ബൻഡോ വൈഫോ ഓവർ കൺട്രോളിങ് ആയിരിക്കാം. ഓക്കെ, ഏത് കാര്യത്തിലും നിങ്ങൾക്കൊന്ന് മൊബൈൽ എടുത്ത് നോക്കാൻ വയ്യ, ഉടനെ ആരോടാ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി എവിടേക്കാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത്, എവിടെ ആയിരുന്നു ഇത്രയും നേരം എന്നൊക്കെയുള്ള ഒരു ഓവർ കൺട്രോളിങ് ആയിട്ടുള്ള ഒരു സ്പൗസ്, ആണും പെണ്ണും ആവാം അവിടെ കേട്ടോ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ചിലർ ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർക്ക് സ്നേഹക്കുറവൊന്നുമല്ല, ഓവർ കൺട്രോളാണ്. ഓക്കെ, ചിലപ്പോൾ കൂടുതൽ കൊണ്ടുള്ള കൺട്രോളും ആയിരിക്കാം അവിടെ. നിങ്ങളെ പ്രതി വളരെ അഡിക്റ്റഡ് ആണ്, ഒബ്സെസ്ഡ് ആണ് അവർ, അങ്ങനെയും വരാം. ഡെവിൽ കാർഡ് ഈസ് എ കാർഡ് ഫോർ ഒബ്സെഷൻ ഓൾസോ കേട്ടോ. അഡിക്ഷൻസ് മാത്രമല്ല, നിങ്ങളോട് സ്നേഹം കൂടിയിട്ടുള്ള അഡിക്ഷനും ഒബ്സെഷനും ആവാം. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ സംശയം വരില്ലേ, അങ്ങനെയുള്ളവർക്ക് ഓവർ സ്നേഹമാകുമ്പോഴത്തേക്ക് അത് സംശയത്തിലേക്ക് കൊണ്ടെത്തിക്കും. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആവാനും മതി അവിടെ. അതുപോലെ 8 ഓഫ് വാണ്ട്സ് എന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും ഒരു മൂവ്മെൻറ്റ്, അവിടെയും ഒരു മൂവ്മെൻറ്റ് കാണുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു യാത്ര പോവാനോ അങ്ങനെ എന്തെങ്കിലും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇത് കാണുന്ന ഈ നിമിഷം നിങ്ങൾ തമ്മിൽ ചാറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫോണിൽ സംസാരിക്കുകയോ എന്തെങ്കിലും, നിങ്ങൾ ടി വിയിലായിരിക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്, അതേസമയം നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറുടെ ഫോൺ വന്ന് നിങ്ങൾ സംസാരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ അവർക്കൊരു മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ഈ വീഡിയോ അവർക്ക് മെസ്സേജ് അയച്ചു കൊടുക്കാനോ സാധ്യതയുണ്ട്. ഓക്കെ, കമ്മ്യൂണിക്കേഷനാണ് അവിടെ കാണുന്നത്. ഒരു മൂവ്മെൻറ്റും കാണുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറെ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ചെറിയ ഷോപ്പിങ്ങിനോ അങ്ങനെ എന്തെങ്കിലും പോകുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ ഓഫീസിലേക്കോ എന്തെങ്കിലും വല്ല വീട്ടിലേക്കോ എന്തെങ്കിലും നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെയോ വൈഫിൻ്റെയോ അടുത്തേക്ക് പോകുന്നതായിട്ടും കാണുന്നുണ്ട്. മെയിനായിട്ട് കമ്മ്യൂണിക്കേഷനാണ് കാണുന്നത്. ഈ പറയുന്ന നിമിഷം നിങ്ങളൊരു പക്ഷേ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. 6 ഓഫ് വാണ്ട്സ് പറയുമ്പോൾ നിങ്ങളിൽ ഒരാൾക്കൊരു പബ്ലിക് റെക്കഗ്നിഷൻ, അതായത് നിങ്ങളുടെ ഗുഡ് വർക്കിന്, നിങ്ങളുടെ ഓഫീസിലാവാം അല്ല ഫാമിലിയിലാവാം, നിങ്ങൾ ചെയ്ത ഒരു നല്ല കാര്യത്തിന് നിങ്ങൾക്കൊരു അപ്രിസിയേഷൻ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ ഫാമിലി സെലിബ്രേറ്റ് ചെയ്യുന്നു. നിങ്ങൾ സ്പൗസസ്, അതായത് ഹസ്ബൻഡും വൈഫും ആ ഒരു റെക്കഗ്നിഷൻ അല്ലെങ്കിൽ ആ ഒരു വിജയം നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. മേ ബി ഒരു പ്രൊമോഷൻ കിട്ടിയതായിരിക്കാം, അല്ലെങ്കിൽ ഒരു സാലറി ഹൈക്ക് കിട്ടിയതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അപ്രീസിയേഷൻ നിങ്ങളുടെ ഓഫീസിൽ നിന്നോ അല്ല നിങ്ങളുടെ വീട്ടിൽ നിന്നോ എന്തെങ്കിലും ഒരു നല്ല രീതിയിൽ നിങ്ങളൊരു പ്രത്യേകതരം കാര്യം ചെയ്തു, അതിനൊരുപാട് അപ്രിസിയേഷൻ കിട്ടി. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഫാമിലി ഹാപ്പി ആവുമല്ലോ. ആ ഒരു സെലിബ്രേഷനാണ് അവിടെ കാണുന്നത്. ഓക്കെ,
ടെമ്പറൻസ് പറഞ്ഞാൽ നിങ്ങൾ വളരെ ബാലൻസിൽ തന്നെയാണ്. നിങ്ങൾ രണ്ടുപേരും സ്പിരിച്വലി ഇൻക്ലൈൻഡ് ആയിട്ട് തന്നെയാണ്. അതായത് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് കുടുംബ സൗഖ്യത്തിനൊക്കെ വേണ്ടിയിട്ട്. നിങ്ങൾ ഏഞ്ചൽ ഗൈഡൻസ് ഒരുപാട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. രണ്ടുപേരും ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ബാലൻസിൽ എത്തണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ ഒരു എന്താ പറയുക, ഒരു കാര്യവും എടുത്ത് ചാടാതെ, അഥവാ ഒരാളൊരു വഴക്കിട്ടാൽ തന്നെ നിങ്ങൾ മറ്റേ പാർട്ടി, അതായത് നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ നിങ്ങളുടെ അടുത്ത് വഴക്കിട്ടാൽ തന്നെ അത് വളരെ പേഷ്യൻ്റായിട്ട് ക്ഷമയോടെ ഹാൻഡിൽ ചെയ്ത് ഒരു ബാലൻസായിട്ട് അങ്ങനെ പോകുന്നതായിട്ടും കാണുന്നുണ്ട്. ഇമോഷൻസ് ഒരുപാടുണ്ട് അവിടെ കേട്ടോ. വാട്ടർ ഡെപിക്സ് ഇമോഷൻസ് കേട്ടോ. ഇമോഷൻസിൽ നിന്നിട്ടാണ് നിങ്ങൾ, അതായത് നിങ്ങൾക്ക് സ്നേഹമാണ്, ആ സ്നേഹം മൂലം ആ ലൈഫിൽ ബാലൻസ് കൊണ്ടുവരാൻ നിങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾ ലോങ് ടൈം മാരീഡ് കപ്പിൾസ് ആണെങ്കിൽ, കുറേ കൊല്ലമായി, 10 കൊല്ലത്തിൽ കൂടുതലൊക്കെ ആയി നിങ്ങൾ കല്യാണം കഴിച്ചിട്ടെന്ന് വെച്ചാൽ ഇപ്പോൾ മേ ബി നിങ്ങളുടെ ആനിവേഴ്സറിയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കണ്ടുമുട്ടിയ ദിവസമോ അങ്ങനെ നിശ്ചയം കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു സ്പെഷ്യൽ ഡേ ഉണ്ടായിരിക്കുമല്ലോ നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾ ചെറിഷ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഡേ ഉണ്ടാവില്ലേ, അത് ഇന്നായിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ആ ഓർമ്മകൾ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. അവരൊരു പക്ഷേ നിങ്ങൾക്കൊരു ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് തന്നിരിക്കാം, അല്ലെങ്കിൽ തരാൻ പോകുന്നു കേട്ടോ, അങ്ങനെയും ആവാം. ഓക്കെ, ഇന്ന് ഈ നിമിഷം നിങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. ഓക്കെ, ഒരു സെലിബ്രേഷനൊക്കെ പ്ലാൻ ചെയ്ത്, കാരണം ഇത് പാസ്റ്റിൽ നടന്നൊരു ഇവൻ്റാണ്. ഓക്കെ, ആ ഇവൻറ്റിനെ പറ്റിയിട്ട് നിങ്ങൾ സംസാരിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത് പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇനിയത്തെ ആഴ്ചയിലായിരിക്കും, അത് ഈ 15 ഡേയ്സിൻ്റെ ഉള്ളിലായിരിക്കും ഈ ഇവൻ്റ് നടക്കുന്നത്. ആ ഇവൻ്റ് നിങ്ങളിപ്പോൾ ഒന്നിരുന്ന് പ്ലാൻ ചെയ്യുന്നതായിരിക്കാം. അവർക്ക് എന്ത് ഗിഫ്റ്റ് വാങ്ങിക്കണം, എങ്ങനെ അത് കൊടുക്കണം, അതൊക്കെ പ്ലാൻ ചെയ്യുമല്ലോ. ഒരു സർപ്രൈസ് കൊടുക്കുക, നിങ്ങളുടെ ബർത്ത്ഡേ ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഒരു സ്പെഷ്യൽ ഇവൻ്റ് ഉള്ള ഒരു ദിവസമാണ് വരാൻ പോകുന്നത്. ഇപ്പോഴായി ഈ ഒരു 15 ഡേയ്സിൻ്റെ ഉള്ളിൽ അത് സെലിബ്രേറ്റ് ചെയ്യുന്ന കാര്യമാണ് ഇവിടെ ആലോചിക്കുന്നത്. നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് തരാനോ, അല്ലെങ്കിൽ നിങ്ങളൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് അവർക്ക് കൊടുക്കാനോ, അങ്ങനെ ഒരു കാര്യം നിങ്ങളിപ്പോൾ അതിനെപ്പറ്റി പ്ലാൻ ചെയ്യുകയാണ്, അതിനെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്, അങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവരെ ഒരുപാട് കാലമായിട്ട് ഇവർ ബന്ധമുണ്ട്. ഇത് ഇപ്പം ന്യൂലി മാരീഡൊന്നുമല്ല, നിങ്ങൾ ഒരുപാട് കാലമായിട്ട് മാരീഡാണ്. നിങ്ങൾ ഏത് സിറ്റുവേഷനും വളരെ ക്ഷമയോടെ തന്നെ ഹാൻഡിൽ ചെയ്ത് പരസ്പരം സപ്പോർട്ട് ചെയ്ത് ഇനിയത്തെ 2 ആഴ്ച മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഒരാളൊരു ഓവർ തിങ്കിങ്ങിലോ സ്ട്രെസ്സിലോ ഒക്കെ പെട്ടാൽ തന്നെ മറ്റേ ആൾ അവരെ സമാധാനിപ്പിച്ച് വളരെ സൗമ്യമായി പറഞ്ഞ് മനസ്സിലാക്കി, വഴക്കൊക്കെ ഉണ്ടായാൽ തന്നെ ഒരാൾ വളരെ കാമായി നിന്ന് മറ്റേ ആളെ പറഞ്ഞ് സമാധാനിപ്പിച്ച് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഇത് കേസ് ബൈ കേസ് സിനാറിയോ, അവരവർക്ക് മാച്ച് ചെയ്യുന്നത് എടുത്തോളുക. ഓക്കെ, കാരണം ഒരാളല്ല വീഡിയോ കാണുന്ന, ഒരുപാട് പേര് കാണുന്നുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഒരാളുടെ ലൈഫ് ഇവൻ്റ് ആയിരിക്കില്ല അടുത്ത ആളുടെ ലൈഫ് ഇവൻ്റായിട്ട് വരുന്നത്. അപ്പം അതാത് റെസനേഷൻ പോലെ നിങ്ങൾ എടുത്തോളണം. ഓക്കെ, അപ്പോൾ 8 ഓഫ് കപ്സ് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാം. 8 ഓഫ് കപ്സ്. 8 ഓഫ് കപ്സ് ഒരു സെൽഫ് റെസ്ട്രിക്റ്റീവ് മോഡാണ് കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അവിടെ എന്തോ ഒരു പ്രശ്നം, സാബോട്ടാജൊക്കെയാണ് എന്ന് വെച്ചാൽ ഈ അഡിക്ഷൻ റിലേറ്റഡ് തന്നെ ആയിരിക്കണം കേട്ടോ. അതായത് നിങ്ങളവരെയോ അവർ നിങ്ങളെയോ, നിങ്ങളുടെയാണ് അഡിക്ഷൻ എങ്കിൽ നിങ്ങളുടെ അഡിക്ഷൻ മൂലമോ നിങ്ങളുടെ ടോക്സിക് ബിഹേവിയർ മൂലമോ ആണ് ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾ തമ്മിൽ വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ സാബോട്ടാജ് ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നതായിട്ട് അവിടെ കാണുന്നുണ്ട്. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഇരുന്ന് പരിഹരിക്കുക തന്നെ വേണം. നിങ്ങളുടെ അഡിക്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ ആ അഡിക്ഷൻസിൽ വർക്ക് ചെയ്യുക തന്നെ വേണം. സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, ആൽക്കഹോൾ, അതർ അഡിക്ഷൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതിലൊക്കെ പോയി പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളൂ. ക്ലാരിഫൈ 2 ഓഫ് സോർട്സ്. ക്ലാരിഫൈ 2 ഓഫ് സോർട്സ്. വൈസ് 2 ഓഫ് സോർട്സ് ഹിയർ. ഇതൊരു ഇമോഷണൽ കാര്യത്തിൻ്റെ ജഗലിംഗ് ആണ്. 2 ഓഫ് കപ്സ് തന്നെയാണ്. അതിൻ്റെ ഔട്ട്കം നിങ്ങളുടെ അടുത്തേക്ക് തന്നെയാണ് വരുന്നത് കേട്ടോ. സ്നേഹം തന്നെയാണ് അവിടെ.
ജഗ്ലിംഗ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, 2 സിറ്റുവേഷനിൽ പെട്ട് ജഗിൾ ചെയ്ത് കിടക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണമെന്നുള്ള ആലോചനയിലാണ്, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ. അങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങളുമായിട്ടുള്ള റീയൂണിയൻ തന്നെയാണ് അവിടെ കാണുന്നത്. ഓക്കെ, അവിടെ തേർഡ് പാർട്ടി മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഈ പെർട്ടിക്കുലർ കേസിൽ. ഓക്കെ, ക്ലാരിഫൈ. കിങ് ഓഫ് സ്വാർഡ്സ്, ക്ലാരിഫൈ. കിങ് ഓഫ് സ്വാർഡ്സ്, മൂൺ. അത് നിങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ കൺട്രോളിങ് ബിഹേവിയർ മൂലം ഈ ഓവർ സ്നേഹമായാലും അതൊരു ബുദ്ധിമുട്ടാണ്. സ്നേഹമായാലും എന്തായാലും അതൊരു ലിമിറ്റിൽ നിൽക്കണം അല്ലേ. അത് ഓവർ കൺട്രോളിങ് സിറ്റുവേഷൻ ആയാലും രണ്ടിലായാലും നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങൾ വളരെ സങ്കടത്തിലാണ് ഈ ഒരു കൺട്രോൾ ഇഷ്യൂ മൂലം. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഓവർ സ്നേഹം, ഓവർ സംശയം ഒക്കെ മൂലം അവർ സങ്കടത്തിലാണ്. അതൊന്ന് നിങ്ങളുടെയാണ് ഇത് ഈ എനർജി എങ്കിൽ നിങ്ങൾ സ്വയം മാറ്റാൻ ശ്രമിക്കുക. നിങ്ങളുടെ പാർട്ട്ണറുടെയാണ് എനർജി എങ്കിൽ അവരെക്കുറിച്ച് മെഡിറ്റേറ്റ് ചെയ്യുകയോ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഏതെങ്കിലും രീതിയിലുള്ള കൗൺസിലിങ്ങോ കാര്യങ്ങളോ എല്ലാം ചെയ്ത് അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ അവരെ സഹായിക്കണം. കാരണം മൂൺ കാർഡ് എന്ന് പറയുന്നത് ആങ്സൈറ്റിയുടെയും കാർഡാണ്. അവരുടെ ചന്ദ്രൻ ഒരു ഇംബാലൻസിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഇമോഷണൽ അപ്സ് ആൻഡ് ഡൗൺസ് ഇവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഞാൻ പറയും, അങ്ങനെ സിവിയർ ആയിട്ടുള്ളൊരു സംശയമൊക്കെ ആണെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെ നമുക്ക് വേണ്ടി വരും. ക്ലാരിഫൈ. 8 of Wands. Please clarify. 8 of Wands. എയ്റ്റ് ഓഫ് വാൻസ് അവിടെയും കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് വരുന്നത്. പേജ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളൊരു മെസ്സേജൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, ഇത് കാണുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങൾ മെസ്സേജസ് അയക്കുന്നുണ്ടാവും. അതേപോലെ ചിലപ്പോൾ ഒരു ട്രാവലിനെയൊക്കെ പറ്റിയിട്ട് നിങ്ങൾ സംസാരിക്കുന്നുണ്ടായിരിക്കും. അടുത്തൊരു 2 ആഴ്ച നിങ്ങൾ എന്തോ ഒരു പ്ലാനിങ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു മൂവ്മെൻറ്റിനെ പറ്റിയിട്ട്, അതായത് ഒരു ചെറിയ യാത്രയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതും ആവാം. അടുത്ത 2 ആഴ്ചയുടെ ഉള്ളിൽ ഈ യാത്ര വല്ലതും വരാനും സാധ്യതയുണ്ട്. അതിനെ പറ്റിയിട്ട് നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അടുത്ത 2 ആഴ്ചയുടെ ഇടയിലായിരിക്കും യാത്ര വരുന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്നത്. അതിനെപ്പറ്റി ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. ബേസിക്കലി കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ. നിങ്ങൾ തമ്മിൽ സംസാരിക്കുകയാണ്, ചാറ്റ് ചെയ്യുകയാണ്, അങ്ങനെ എന്തോ. ക്ലാരിഫൈ. 6 of Wands. ക്ലാരിഫൈ. 6 of Wands. ക്ലാരിഫൈ. 6 of Wands. ജഗ്ലിംഗ് സിറ്റുവേഷൻ ആണ്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ നിങ്ങളോ നിങ്ങളുടെ പാർട്ട്ണറോ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ, പാർട്ട്ണർ എന്ന് പറയുമ്പോൾ ഇവിടെ സ്പൗസാണ് സ്പെസിഫിക്കലി. നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് ഒരു 2 സിറ്റുവേഷനിൽ പെട്ട ഒരു കൺഫ്യൂഷനിൽ കിടക്കുകയാണെങ്കിൽ ആ സിറ്റുവേഷനിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് അവർ ഒരു ഡിസിഷൻ എടുക്കും അവിടെ. അതൊരു നിങ്ങളുടെ ഭാഗത്തേക്ക് തന്നെയാണ് ചായ്വ് വരുന്നതായിട്ട് കാണുന്നത് കേട്ടോ. അതേപോലെ ജോബിൽ ഇവർ ഒന്ന് ആടിക്കളിച്ച് നിൽക്കുകയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ജോബ് എന്തെങ്കിലും കൺഫ്യൂഷനിൽ നിൽക്കുകയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ കിട്ടുമോ ഇല്ലേ, സാലറി ഹൈക്ക് കിട്ടുമോ ഇല്ലേ, ബോണസ് കിട്ടുമോ ഇല്ലേ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനിൽ നിന്നതാണെങ്കിൽ ആ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. കാരണം വിക്ടറി കാർഡാണ്. ആ സിറ്റുവേഷനിൽ വിക്ടറി വരുന്നതായിട്ടാണ് നിങ്ങൾക്ക് കാണുന്നത്. അവരവരുടെ ലൈഫിലുള്ള സിറ്റുവേഷൻ വെച്ചിട്ട് തീരുമാനിച്ചു കൊള്ളുക. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളുടെ സ്പൗസ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. മോണിറ്ററി ബെനിഫിറ്റ് ആണെങ്കിൽ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ക്ലാരിഫൈ. ടെമ്പറൻസ്. പ്ലീസ് ക്ലാരിഫൈ. ടെമ്പറൻസ്. ഒരു വെയിറ്റിംഗ് പീരീഡാണ്. അതായത് ഒന്നുകിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കാരണവശാൽ സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു കപ്പിൾസൊക്കെ ആണെങ്കിൽ അവിടെ നിങ്ങൾ ആ ഹീലിങ്ങിന് വേണ്ടിയിട്ട് ഉള്ളൊരു വെയിറ്റിംഗ് പീരീഡിലാണ്. നിങ്ങൾ അവരെ തിരിച്ച് സ്വീകരിക്കാൻ തയ്യാറാണ്. ഓക്കെ, നിങ്ങളുടെ പാർട്ട്ണറാണ് നിങ്ങളുടെ അടുത്ത് വഴക്കിട്ട് പിണങ്ങി പിരിഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ അവരെ സ്വീകരിക്കാൻ തയ്യാറാണ്. നിങ്ങളൊരു ഹീലിങ്ങിൽ, നിങ്ങളോ അവരോ ഒരു ഹീലിംഗ് പ്രോസസ്സിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ.
ഈവൺ ഈ അഡിക്ഷനിൽ നിന്ന് പുറത്ത് വരാനുള്ള ഒരു ഡി അഡിക്ഷൻ്റെ കാര്യങ്ങളോ എന്തെങ്കിലും അവരോ നിങ്ങളോ ചെയ്യുന്നുണ്ടായിരിക്കാം. ആ ഒരു അഡിക്ഷനിൽ നിന്ന് പുറത്ത് വന്ന സിനാരിയോ മാറി നിങ്ങൾ ഒരുമിച്ച് വരാൻ ഉള്ളൊരു ബാലൻസ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലായിരിക്കണം. കാരണം അതുകൊണ്ടാണ് അവിടെ ഒരു വെയിറ്റിംഗ് പീരീഡായിട്ട് നമുക്ക് കാണുന്നത്. പോസിറ്റീവ് ഔട്ട്കം തന്നെയാണ് ആ വെയിറ്റിംഗ് പീരീഡിന് ശേഷം കാണുന്നത് കേട്ടോ. അവിടെ യാതൊരു നെഗറ്റിവിറ്റിയും കാണുന്നില്ല. ഈവൺ അഡിക്ഷൻസ് ഒക്കെ ആണെങ്കിൽ അവരതിൽ നിന്ന് പുറത്ത് വരുന്നതായിട്ട് തന്നെയാണ്, ഹീൽ ചെയ്ത് പുറത്ത് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. വഴക്കാണെങ്കിൽ ആ വഴക്ക് തീർന്ന് നിങ്ങൾ ഒന്നിക്കുന്നതായിട്ടാണ് കാണുന്നതാണ്. റീയൂണിയൻ്റെ കാർഡ് നമുക്ക് അതിൻ്റെ നേരെ തന്നെ വന്നിട്ടുണ്ട്. ക്ലാരിഫൈ 6 of Cups. Clarify 6 of Cups. 2 of Wands. യാത്രയെക്കുറിച്ച് തന്നെയാണ്, നേരത്തെ ചെയ്തിട്ടുള്ള ഒരു യാത്രയെക്കുറിച്ചൊക്കെയുള്ള ഓർമ്മകളാണ് നിങ്ങൾ ആലോചിക്കുന്നത്. അതേപോലെ ഒരു യാത്ര പോകുന്നതിനെ പറ്റിയിട്ട് നിങ്ങളുടെ, അതായത് ഈവൻ്റ് സംബന്ധിച്ച് ഇല്ലേ, നിങ്ങളൊരു ഇവൻ്റ് പ്ലാൻ ചെയ്യുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതുമായിട്ട് ആവാം. ഇതും പ്ലാനിങ്ങിൻ്റെ കാർഡാണ്. പിന്നത്തെ കാര്യം, ഇനി വരാനുള്ളൊരു കാര്യം പ്ലാനിങ്ങിൻ്റെ ഒരു കാര്യമാണ്. മേ ബി നിങ്ങളൊരു ചെറിയ ട്രാവലൊക്കെ ചെയ്തിട്ട് അത് അവിടെയെങ്കിലും പോയിട്ട് ഈ ഒരു ഇവൻ്റ് സെലിബ്രേറ്റ് ചെയ്യാമെന്നുള്ളൊരു ചിന്തയിലും ആയിരിക്കും, അതിൻ്റെ ഒരു സംസാരമായിരിക്കും അവിടെ നടക്കണ്ടാവുക. ഈ യാത്ര ഒരു പക്ഷേ അടുത്ത ഒരു 2 ആഴ്ചയിലായിരിക്കും വരുന്നത്. ഓക്കെ, പഴയ കാര്യങ്ങൾ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്, നേരത്തെ പോയൊരു യാത്രയെപ്പറ്റി ഡിസ്കസ് ചെയ്യുകയോ അതിനെപ്പറ്റി എന്തെങ്കിലും സെലിബ്രേറ്റ് ചെയ്യാൻ നിങ്ങൾ എവിടെയെങ്കിലും പോയത് അത് ഓർക്കുന്നതായിരിക്കാം. അത് ഓർത്തിട്ട് അതേപോലെ ഒരെണ്ണം പ്ലാൻ ചെയ്യണം നമുക്ക് എന്നുള്ള രീതിയിലുള്ള, ഇത് ഈ 2 വീക്സിൻ്റെ ഇടയിൽ നിങ്ങളൊരു ചെറിയ യാത്ര പ്ലാൻ ചെയ്യുന്ന പോലെ, അത് ഒരു പെർട്ടിക്കുലർ ഇവൻ്റ് സെലിബ്രേറ്റ് ചെയ്യാനാണ്. ക്ലാരിഫൈ സ്ട്രെങ്ത്. Clarify strength. Chariot. വീണ്ടും ട്രാവൽ കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു യൂണിഫോംഡ് ജോബിലൊക്കെ ഉള്ള ഒരാളായിരിക്കണം. ഓക്കെ, പിന്നെ അല്പസ്വല്പം വഴക്കൊക്കെ ഉണ്ടായാലും ഇവർ മാനിപ്പുലേറ്റ് ചെയ്ത്, അതായത് ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ പരിഹരിക്കുന്ന ആൾക്കാരില്ലേ, അങ്ങനെ കാര്യങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കും. ഓക്കെ, അടുത്ത 2 ആഴ്ചയിലെ കാര്യമാണ് ഈ പറയുന്നത്. എന്തെങ്കിലും ഒരു വഴക്കും ഇല്ലാതിരിക്കാൻ ശ്രമിക്കുക. അഥവാ ഒരു വഴക്കൊക്കെ ഉണ്ടാകുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഇവർ ഈ ഒരു സിറ്റുവേഷൻ അവരുടെ ആണ് ഈ കാണുന്നത്, അവരാണ് ഈ ക്ഷമാശീലമുള്ള ആളെന്നാണ് കാണുന്നത്. അവർ ഈ സിറ്റുവേഷൻ മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങളെ സമാധാനപ്പെടുത്തി, നിങ്ങളെ ടൈം ചെയ്ത്, നിങ്ങളെ കാം ഡൗൺ ആക്കി ഇങ്ങനെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. കഴിയുന്നതും വഴക്കൊന്നും ഇല്ലാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ ജിമ്മിലൊക്കെ പോകുന്ന ഒരാളായിരിക്കണം. കാരണം ഫിസിക്കൽ ഫിറ്റ്നസ്സിന് പറ്റിയിട്ട് ഒരുപാട് കെയർ എടുക്കുന്ന ആളാണ്. നിങ്ങളോടും അവർ പറയുന്നുണ്ടാവും സ്വയം ഒന്ന് ഫിറ്റായിട്ട് വെക്കുക എന്നൊക്കെ, നിങ്ങളുടെ കാര്യത്തിലും അവർ നിങ്ങളോട് പറയുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അടുത്ത 2 ആഴ്ചയിൽ അവിടെ കാണുന്നത് ചെറിയൊരു യാത്ര, അവിടെയും ഒരു ചെറിയ ഒരു യാത്ര അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ വഴക്കൊക്കെ ഇല്ലാതിരിക്കാൻ ശ്രമിക്കുക. അഥവാ ഒരു വഴക്കൊക്കെ വന്നാൽ നിങ്ങളുടെ പാർട്ട്ണറോ ആ സിറ്റുവേഷൻ വളരെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്ത് അതിനെ മറികടക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. ക്ലാരിഫൈ ദ ഡെവിൾ. ക്ലാരിഫൈ ദ ഡെവിൾ. ക്വീൻ ഓഫ് സ്വോർഡ്സ്. അഡിക്ഷൻ ഒരു തേർഡ് പാർട്ടിയോടാവാനും സാധ്യതയുണ്ട്. ഒരു ഒബ്സഷൻ ഒരു തേർഡ് പാർട്ടി ആവാനും സാധ്യതയുണ്ട്. ഓക്കെ, അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെയും കാണുന്നുണ്ട് കേട്ടോ. അവർ കുറച്ച് ഇവരെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഇവർക്ക് പേടിയാണ് അവരെ, അങ്ങനെയും ആവാം. ഇവിടെ ഞാൻ സ്പെസിഫിക്കലി സ്പൗസിൻ്റെ കാര്യമാണ് പറയുന്നത്. അതായത് നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, അവരുടെയോ നിങ്ങളുടെയോ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. അതായത് ഔട്ട്സൈഡ് റിലേഷൻ നിങ്ങളിൽ ഒരാൾക്ക് ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. ഉള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ആ പേഴ്സൺ ഇവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങളുടെ സ്പൗസിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് ആ സിറ്റുവേഷൻ. എല്ലാവർക്കും തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ല, ഞാൻ വീണ്ടും പറയുകയാണ്.
ഇത് കേട്ടിട്ട് ഉടനെ നിങ്ങളുടെ ഹസ്ബൻഡിനെയും വൈഫിനെയും പോയി സംശയിക്കുകയൊന്നും ചെയ്യരുത്. കാരണം നിങ്ങൾ മുഴുവൻ ശ്രദ്ധിച്ച് കേൾക്കണം പറയുന്നത്. ഞാൻ അതുകൊണ്ട് സിനാറിയോ എടുത്ത് പറയുന്നത്. ഓക്കെ, ഇത്ര ലോങ് ആയി പോകുന്നതെന്ന് വെച്ചാൽ ഇത് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം കമൻസ് വായിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, ഇത് തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള ആൾക്കാർക്ക് മാത്രമുള്ളതാണ്. മനസ്സിലായല്ലോ? എല്ലാ ഹസ്ബൻഡും വൈഫും അങ്ങനെയല്ല. എല്ലാവരും വളരെ സ്നേഹത്തിലിരിക്കുന്നവരും ഉണ്ട്. മനസ്സിലായില്ലേ? അതാണ് പറയാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അതുപോലെ ഇനി ക്വിക്കായിട്ട് ഗൈഡൻസും കൂടെ എടുത്തിട്ട് നമുക്ക് നിർത്താം. Divine, please give us guidance for this connection. Please give us guidance for this connection. Divine, please give us guidance for this connection. Please give us guidance for this connection. Let go of control issues. Allow this situation to unfold naturally. റിലേറ്റഡ് ആയിട്ട് വന്നത് കണ്ടോ? വൈഫിനെ ഹസ്ബൻഡിനെ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുക. എക്സ്പ്രസ് യുവർ ലവ്. ഗോ ഹെഡ് ആൻഡ് മേക്ക് എ റൊമാൻറ്റിക് ജെസ്ചർ. അത് നിങ്ങളുടെ ആ സെലിബ്രേഷന് ഇതായിട്ടാണ് അവർ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ. നിങ്ങൾ പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കുമെന്നാണ് പറയുന്നത്. അട്രാക്ഷൻ. യു അട്രാക്ട് റൊമാൻറ്റിക് ലവ് ബൈ എൻജോയിങ് ദിസ് മൊമെൻറ്റ് ഫുള്ളി. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ലവ് ലൈഫ് നല്ലതായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. റൊമാൻറ്റിക് ഫീലിങ്സ്. യുവർ ഫീലിങ്സ് ആർ റിയൽ ആൻഡ് വർത്ത് എക്സ്പ്ലോറിങ്. അവിടെയും അത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം, അട്രാക്ഷൻ എല്ലാം വളരെ നന്നായി തന്നെ പോകുന്നുണ്ട് ആസ് എ കപ്പിൾ. Unrequited love. There is not enough attraction or chemistry to keep this relationship going. ഇത് നമ്മുടെ ഡെവിൾ കാർഡ്, ക്വീൻ ഓഫ് സോർട്സ്, അതിന് റിലേറ്റഡ് കാർഡാണിത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ, അതായത് നിങ്ങൾ സ്പൗസ് തമ്മിൽ ഇനഫ് ഇല്ല. ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. 2 കാർഡ് കൂടെ എടുക്കാം. എനിക്ക് 2 കാർഡ് എടുക്കാൻ തോന്നുന്നു. വെഡിങ്. ദിസ് സിറ്റുവേഷൻ ഇൻവോൾവ്സ് മാരേജ്. മേ ബി നിങ്ങളുടെ യാത്ര എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അത് വേറെ ആരുടെയെങ്കിലും ഒരു കല്യാണം അറ്റൻഡ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും പോകുന്നതായിരിക്കും. ലാസ്റ്റ് കാർഡ്, റിട്രീറ്റ്. ഇറ്റ് ഈസ് ടൈം ടു ഡിസ്കണക്ട് ഫ്രം ദി വേൾഡ്. നിങ്ങളൊരു യാത്ര പോകൂ, നിങ്ങൾ മാത്രമായിട്ടുള്ള ഒരു യാത്ര. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരുപാട് കാലമായിട്ടുള്ള മാരേജൊക്കെ ആണെങ്കിൽ ആ സ്പാർക്ക് കുറയാൻ സാധ്യതയുണ്ട്. നിങ്ങൾ തമ്മിലുള്ള അട്രാക്ഷൻ കുറയാൻ സാധ്യതയുണ്ട്. അത് റീകിൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു യാത്രയോ എന്തെങ്കിലും നിങ്ങൾ മാത്രമായിട്ട് പോവുക എന്നാണ് ഡിവൈൻ നിങ്ങൾക്കുള്ള ഉപദേശം. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മെയിനായിട്ട്. സോ ദാറ്റ് നമ്മുടെ എനർജി തമ്മിൽ കണക്റ്റായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് സബ്സ്ക്രിപ്ഷൻ. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ റീഡിങ്സുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. എല്ലാവരും സേഫായിട്ട്, ഹാപ്പി ആയിട്ട്, സമാധാനമായിട്ട് ഇരിക്കുക. ദൈവവുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, അപ്പോൾ ബൈ.